വടകര നഗരസഭയിൽ 28 വോട്ടുകൾ നേടി LDF സ്ഥാനാർത്ഥി P.K. ശശി ചെയർമാനായി ചുമതലയേറ്റു. UDF-ന് 17ഉം BJP-ക്ക് 3 വോട്ടുകളുമാണ് ലഭിച്ചത്. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. P.K. ശശിയെ ചെയർമാനായി ശശീന്ദ്രൻ P. ഏത് വാർഡാണ്? വാർഡിലെ ശശീന്ദ്രൻ P. നിർദ്ദേശിക്കുന്നു. M. ഫൈസൽ മാസ്റ്ററെ ഞാൻ നിർദ്ദേശിക്കുന്നു. എൻ്റെ പേര് MP എന്നാണ്. 28 വാർഡ്. വ്യാസൻ PP-യെ ചെയർമാനായി സിന്ധു P.K. നാമനിർദ്ദേശം ചെയ്യുന്നു. വാർഡ് 35. വാർഡ് 3. ഓരോ ബാലറ്റും ഞാൻ പേര് വായിക്കും. ഇന്ന ആൾക്കാരെ വോട്ട് ചെയ്തതെന്ന് വായിക്കുന്നുണ്ട്. വായിച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെക്കുകയും ചെയ്യും. വടകര നഗരസഭയിൽ 28 വോട്ടുകൾ നേടി LDF സ്ഥാനാർത്ഥി P.K. ശശി ചെയർമാനായി ചുമതലയേറ്റു. CPIM വടകര ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ ഇദ്ദേഹം നഗരസഭയിലെ കല്ലുനിര വാർഡിൽ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. UDF-ലെ M. ഫൈസലിന് 17ഉം BJP സ്ഥാനാർത്ഥിയായ വ്യാസന് 3 വോട്ടുകളുമാണ് ലഭിച്ചത്. വടകര മുനിസിപ്പൽ കൗൺസിലിലെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട P.K. ശശി എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ഞാൻ അങ്ങോട്ട് ചെയർമാൻ അഭിവാദ്യം. കൗൺസിലേഴ്സിന്റെ ശ്രദ്ധയ്ക്ക് വിവരശേഖരണ ഫോറം എല്ലാവർക്കും തന്നിട്ടുണ്ട്. അത് കുറച്ച് ഭാഗം കൂടി തിരികെ കിട്ടാനുണ്ട്. അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ പാർട്ടിയും വലിയ ഉത്തരവാദിത്തമാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നിർവഹിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. 2020 മുതൽ 25 വരെ വടകര മുനിസിപ്പാലിറ്റി നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ തുടർച്ചയായിരിക്കും 2025 മുതൽ 30 വരെ നടത്താൻ ഉദ്ദേശിക്കുന്നത്.
ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. നേരത്തെ നടപ്പിലാക്കിയ പദ്ധതികൾ നവീകരിക്കുകയും നൂതനമായിട്ടുള്ള പല പദ്ധതികളും നടപ്പിലാക്കാൻ ആവശ്യമായ രീതിയിലുള്ള പരിപാടികളും ഇതിൻ്റെ ഭാഗമായി നടപ്പിലാക്കും. കാർഷിക മേഖലയിൽ വലിയ സാധ്യതയാണ് വടകര മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. നാളവുമേൽ പാടശേഖരം സംരക്ഷിച്ച് അവിടെ കൃഷി ഇറക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ വരുന്ന മുനിസിപ്പാലിറ്റി നടത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ടൂറിസം മേഖലയിൽ വലിയ സാധ്യതയാണ് വടകരയിലുള്ളത്. ആ ടൂറിസം സർക്യൂട്ട് ഉപയോഗപ്പെടുത്തി വലിയ രീതിയിൽ വികസിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ എന്തായാലും ഈ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാവും. കലാകായിക മേഖലകളിൽ, സാംസ്കാരിക മേഖലയിൽ ഇടപെടൽ ശക്തമാക്കി കൊണ്ടുപോകും എന്നുള്ള കാര്യം സംശയമില്ല. കായിക മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ഉൾപ്പെടെ വലിയ മാറ്റങ്ങൾ നേരത്തെ വരുത്തിയിട്ടുണ്ട്. ആവശ്യമായ രീതിയിൽ ഇനിയും ആ പ്രവർത്തനത്തെ മുമ്പോട്ട് കൊണ്ടുപോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കേരളത്തിലെ ഏത് വികസിത പ്രദേശത്തെയും കിടപിടിക്കാവുന്ന രീതിയിൽ അതിനപ്പുറത്തേക്ക് വടകര മുനിസിപ്പാലിറ്റിയെ മുമ്പോട്ട് കൊണ്ടുപോകും എന്നുള്ള കാര്യം സംശയമില്ല. അതിന് ആവശ്യമായ രീതിയിൽ പ്രതിപക്ഷ ഭേദമന്യേ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി യോജിപ്പിക്കാവുന്ന എല്ലാ ആളുകളെയും യോജിപ്പിച്ചുകൊണ്ട് വടകര പട്ടണത്തെ ഏറ്റവും മികച്ച രീതിയിലേക്ക് കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിനാവശ്യമായിട്ടുള്ള സ്രോതസ്സുകളിൽ കൂടി സാമ്പത്തികം ഉൾപ്പെടെ കണ്ടെത്തി വികസിപ്പിക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും എൻ്റെ ഭാഗത്തുനിന്നും ഈ മുനിസിപ്പാലിറ്റിയിലെ തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും എന്നുള്ള കാര്യത്തിലും ഒരു സംശയവും ഇല്ല എന്നുള്ളതാണ് പറയാനുള്ളത്. പ്രഥമ പരിഗണന ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം പ്രഥമ പരിഗണനയാണുള്ളത്. വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് വടകര പട്ടണത്തിലുണ്ട്. ഇപ്പം വലിയ പട്ടണങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഈ സംവിധാനം എന്താണ് അതിന് പറയുക, മൾട്ടി ലെവൽ പാർക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലം ലഭ്യമായാൽ മൾട്ടി ലെവൽ പാർക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പം വരുന്ന നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാലത്തിൻ്റെ അടിയിൽ ഗവൺമെൻറ്റിൻ്റെ അനുവാദം കിട്ടിക്കഴിഞ്ഞാൽ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തും എന്നുള്ള കാര്യം സംശയമില്ല. ഇന്നത്തെ ആധുനിക സാഹചര്യത്തിൽ വടകര മുനിസിപ്പാലിറ്റിക്ക് പോരാത്തതാണ് നമ്മുടെ വടകര ടൗൺ ഹാൾ. അത് നവീകരിച്ച് അത്യന്താധുനിക സൗകര്യമുള്ള ടൗൺ ഹാളാക്കി മാറ്റി അതിനടിയിൽ പാർക്കിംഗ് സംവിധാനം ഏർപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ഇടപെടലും ഈ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാവും എന്നുള്ള കാര്യം സംശയമില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ഇനി ഏറ്റവും പ്രാധാന്യമുള്ള കാര്യങ്ങൾ ഇതിൻ്റെ വിദഗ്ധന്മാരുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് ചൂണ്ടിക്കാട്ടപ്പെടുന്ന കാര്യങ്ങൾ അതും കൂടി പരിഗണിച്ച് നടപ്പിലാക്കി പോകും എന്നുള്ള കാര്യത്തിലും ഒരു തർക്കവും ഉണ്ടാവുകയില്ല. സമഗ്ര അഴുക്കുചാൽ പദ്ധതി നടപ്പിലാക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ആലോചിച്ചിട്ടുണ്ട് നേരത്തെ. അതിനാവശ്യമായിട്ടുള്ള സ്ഥലവും കൂടി ലഭ്യമായി വന്നു കഴിഞ്ഞാൽ സമഗ്ര അഴുക്കുചാൽ പദ്ധതി നടപ്പിലാക്കും. അതിൻ്റെ കിഫ്ബി ഫണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അത് നടപ്പിലാക്കുവാൻ ആവശ്യമായ രീതിയിലുള്ള ഇപ്പം തന്നെ ആ പദ്ധതി മുമ്പിലുണ്ട്. അതൊക്കെ നടപ്പിലാക്കുവാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ ഈ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശ്മശാനത്തിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ടെൻഡർ ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. അതിൻ്റെ എടുത്ത ഏജൻസിയുമായി അടിയന്തരമായി ചർച്ച ചെയ്ത് വടകര മുനിസിപ്പാലിറ്റി പരിധിയിലുള്ള അല്ലെങ്കിൽ അതിനപ്പുറത്ത് വരെ സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശ്മശാനത്തിൽ തന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റിയിലുള്ള ആളുകൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ബോഡി സംസ്കരിക്കുന്ന രീതിയിലേക്ക് അതിൻ്റെ ഏർപ്പെടൽ, അതിൻ്റെ സംവിധാനം വളരെ വേഗത്തിൽ അത് നടപ്പിലാക്കി പോകാൻ ആവശ്യമായിട്ടുള്ള എവിടെയാണ് അതിൻ്റെ പോരായ്മ വന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധിച്ച് വളരെ വേഗത്തിൽ അത് പരിഹരിക്കുവാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ ഈ ഭരണസമിതിയുടെ ഭാഗത്തിൽ ഏറ്റവും ആദ്യം തന്നെ ഉണ്ടാവും എന്നുള്ളതും പറയുകയാണ്. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.